പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രി എന്താ? നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രി എന്താ? സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതെന്താണ് പറയുന്നത്? മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ അകത്തുള്ള കോമ്പോസിഷൻ, അതുകൂടാതെ അതിൻ്റെ കോമ്പോസിഷനിലുണ്ടാവുന്ന ചേഞ്ചും അതിൻ്റെ എനർജിയിലുണ്ടാവുന്ന വ്യത്യാസം, ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കും, ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിൻ്റെ കോമ്പോസിഷനിലും അതിൻ്റെ എനർജിയിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്, നമ്മളിപ്പം ഒരു മാറ്റർ എന്ന് പറയുമ്പോൾ വാട്ടർ എടുക്കുക, H2O വാട്ടറാണ്. വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് അതെങ്ങനെയൊക്കെയാണ്? ലിക്വിഡാണ്. അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്ട്രക്ചർ, H2O ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്, അതിൻ്റെ കോമ്പോസിഷൻ, ഹൈഡ്രജനും ഓക്സിജനും എത്രത്തോളം അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ചേഞ്ച്, അതിൽ എന്തെങ്കിലും പ്രവർത്തനം നടന്നു ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന അതിൻ്റെ അകത്തുണ്ടാവുന്ന ചേഞ്ച്, ഇതിനൊക്കെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സയൻസിൻ്റെ ബ്രാഞ്ചിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ കെമിസ്ട്രിക്ക് പിന്നെയും കുറേ ബ്രാഞ്ചസ് ഉണ്ട്. എന്താണ്? ഇനോർഗാനിക് കെമിസ്ട്രി, എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. കാർബണിൻ്റെ കോമ്പൗണ്ടുകളെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. തിയറീസൊക്കെ വെച്ചിട്ട് ഫിസിക്കൽ ചേഞ്ചിനെ പറ്റിയൊക്കെ പറയുന്നതാണ് ഫിസിക്കൽ കെമിസ്ട്രി. അനലിറ്റിക്കൽ കെമിസ്ട്രി, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റി പഠിക്കുന്നതാണ്. പോളിമർ കെമിസ്ട്രി ഉണ്ട്. പോളിമർ കെമിസ്ട്രി പോളിമേഴ്സിനെ പറ്റിയാണ്. നമുക്ക് അറിയാലോ, പോളിത്തീൻ കവറുകളൊക്കെ, അതുപോലെ PVC പൈപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ബയോ കെമിസ്ട്രി, നമ്മൾ ശരീരത്തിൽ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെ പറ്റിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുക. ബയോ കെമിസ്ട്രീൻ്റെ അകത്ത് പറയുന്നത് ബയോളജിക്കൽ മോളിക്യൂളിനെ പറ്റിയാണ് കൂടുതലായിട്ടും അതിൻ്റെ അകത്ത് പറയുന്നത്. മെഡിക്കൽ കെമിസ്ട്രി, അതുപോലെ തന്നെ മെഡിക്കൽ ബയോ കെമിസ്ട്രി ഉണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ട്, ആ മെഡിസിൻ്റെ ആക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ, വ്യാവസായിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കെമിസ്ട്രിയാണ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. ഹൈഡ്രോ കെമിസ്ട്രി, വാട്ടറുമായി ബന്ധപ്പെട്ടിരുന്ന. ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് കെമിക്കൽ ചേഞ്ച് നടത്തുന്നതിനെ പറ്റി പറയുന്നു. ഗ്രീൻ കെമിസ്ട്രി, ഇങ്ങനെ കുറേ ബ്രാഞ്ചുകളുണ്ട് എന്തിന്? കെമിസ്ട്രിക്ക്. ജസ്റ്റ് ഓർത്ത് വെക്കുക. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഡെഫിനിറ്റ് മാസ്. ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും മാസും ഉള്ള നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാറ്റർ എന്ന് വിളിക്കുക. പിന്നെ അത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു സെൻസ് ഓർഗൻ കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യണം. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് നമ്മൾ മാറ്ററിനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 4ാമത്താണ് പ്ലാസ്മ. 5ാമത്താണ് ബോൺസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. 6ാമത്തെ ഫെർമിയോണിക് കണ്ടൻസേഷൻ സ്റ്റേറ്റ്. ഇങ്ങനെ 6 ഭാഗങ്ങളാണല്ലോ. അതിൻ്റെ അത് നമ്മൾ കൂടുതലായി പഠിക്കുന്ന ആരെ പറ്റിയാണ്? സോളിഡിനെ പറ്റിയും ലിക്വിഡിനെ പറ്റിയും ഗ്യാസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതലായി പഠിക്കുക. അപ്പം മാറ്ററിനെ ഇത് ഫിസിക്കൽ നേച്ചറിനനുസരിച്ച്, ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി കെമിക്കൽ നേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് മാറ്ററിനെ 2 കാറ്റഗറിയായി തിരിക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസ്, 2ാമത്താണ് മിക്സേഴ്സ്. ആരാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? പ്യുവർ, ഓൺലി 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രം ഉണ്ടാവുന്നതാണ് പ്യുവർ സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മളൊരു സോഡിയത്തിൻ്റെ കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അത് സോഡിയം ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാരണം അവർ ഈ കാർബണിൻ്റെയോ ഓക്സിജൻ്റെയോ പ്രോപ്പർട്ടി ഇല്ല, പുതിയ പ്രോപ്പർട്ടീസ് ആണല്ലോ, യുണീക്ക് പ്രോപ്പർട്ടിയാണ് അവർക്കുണ്ടാവുക. വാട്ടർ, ഹൈഡ്രജൻ്റെയോ ഓക്സിജൻ്റെയോ പ്രോപ്പർട്ടി അല്ല. H2O എന്ന് പറയുന്ന മോളിക്യൂളിന് അവരുടേതായ പ്രോപ്പർട്ടീസാണ് ഉണ്ടാകുക. അമോണിയ, അതുപോലെ തന്നെ കെയിൻ ഷുഗർ, ഇവരൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഈ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ അകത്ത് എലമെൻസും ഉണ്ട്, കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പം പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 ടൈപ്പ് ഓഫ് പാർട്ട്. ദീസ് പാർട്ടിക്കിൾസ് മേ ആറ്റം ഓർ മോളിക്യൂൾ. നമ്മൾ പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് ഒന്നുകിൽ ആറ്റം ആവാം, അല്ലെങ്കിൽ ആരാവാം? മോളിക്യൂൾ ആവാം, അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആറ്റമാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ മോളിക്യൂൾസ് ആണ്.
എലമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അകത്ത് വരുന്നതാണ് ആരൊക്കെ? ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. റോബർട്ട് ബോയ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എലമെൻ്റ് എന്ന് ആദ്യമായിട്ട് ഉള്ള ടേം കൊണ്ടുവന്നത്. ഏൻഷ്യൻറ്റ് കെമിസ്ട്രി, പുരാതന കാലത്തുള്ള കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ബോയ്ലിയാണ്. സം എലമെൻറ്റ്സ് എക്സിസ്റ്റേഴ്സ്, ഈ എലമെൻറ്റുകൾ മോണോ അറ്റോമിക് ആയിട്ടും ആക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഡയാറ്റോമിക്. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാകുക? ഡയാറ്റോമിക്, ഹൈഡ്രജനും തമ്മിൽ ഒരു കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവും. നൈട്രജൻ N2 ആയിട്ടാണ് ഉണ്ടാകുക, നൈട്രജനും തമ്മിൽ ബോണ്ട് ഉണ്ടാവും. ഓക്സിജൻ O2 ആണ്. ഇനി മോണോ അറ്റോമിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, ലിഥിയം പോലെയുള്ള എലമെൻ്റൊക്കെ എന്താണ്? മോണോ അറ്റോമിക് ആണ്. ഫോസ്ഫറസ് P4 പോളി അറ്റോമിക് ആണ്. സൾഫർ S8 ഇതുപോലുള്ള സാധനങ്ങൾ പോളി അറ്റോമിക് ആണ്. നോക്കൂ, ഓക്സിജൻ ഡയാറ്റോമിക് ആണ്, ഫോസ്ഫറസ് ഒക്കെ എന്താണ്? പോളി അറ്റോമിക് ആണ്. നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ് എന്താണ്? പോളി അറ്റോമിക് ആണ്. ഫോസ്ഫറസ് ഉണ്ടാകുക P4 ആയിട്ടാണ്. സൾഫർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? S8. അപ്പോൾ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ എന്ത് വിളിക്കുന്നത്? പോളി അറ്റോമിക് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 1 എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കോമ്പൗണ്ടായിട്ട് മാറുന്നു. H2O, അമോണിയ, ഇവരൊക്കെ കോമ്പൗണ്ടാണ്. പക്ഷേ ഇവർക്കൊക്കെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഒരാളുടെ പ്രോപ്പർട്ടി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. മിക്സർ കണ്ടെയ്ൻ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഓൾ ടൈപ്പ് സൊല്യൂഷൻ, ഗോൾഡ് ഓർണമെൻറ്റ്സ്, സീ വാട്ടർ, ഇവരൊക്കെയാണ് മിക്സേഴ്സ് എന്ന് പറയുന്നത്. മിക്സേഴ്സ് 2 തരത്തിലുണ്ട്. മിക്സർ എന്നുള്ള വാക്ക് നമുക്കറിയാം, രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ആര്? മിക്സേഴ്സ്. ഹോമോജീനിയസ് മിക്സേഴ്സും ഉണ്ട്, ഹെട്രോജീനിയസ് മിക്സേഴ്സും ഉണ്ട്. ആരാണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ? ത്രൂ ഔട്ട് സെയിം ആണെങ്കിൽ അതാണ് ഹോമോ, ത്രൂ ഔട്ട് സെയിം. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൻ്റെ അകത്ത് ഷുഗർ വാട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഷുഗർ പാർട്ടിക്കിളിനെ കാണാൻ വേണ്ടി പറ്റുമോ? ത്രൂ ഔട്ട് അടിയിൽ നിന്ന് എടുത്താലും മേലെ നിന്ന് എടുത്താലും ഒക്കെ എന്താണ്? ഒരേ സ്വഭാവമാണ് ഇവർ കാണിക്കുക. ഇത് ഹോമോജീനിയസ് ആണ്. ഇതിൻ്റെ അകത്ത് ഫിസിക്കലി 2 ഭാഗങ്ങളുണ്ടോ? ഷുഗർ വേറെയും വാട്ടർ വേറെയും ഇല്ല. അപ്പോൾ സാൾട്ട് വാട്ടറും ഷുഗർ വാട്ടറൊക്കെ എന്താണ്? ഹോമോജീനിയസ് ആണ്. ഫിസിക്കലി 2 ഡിസ്റ്റൻറ്റ് പാർട്ട് ഇല്ലാത്തതാണ് എന്ത്? ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയർ അങ്ങനെയാണ്. എയറിൽ ഓക്സിജനും നൈട്രജനും ഒക്കെ വേറെ വേറെയാണ് നോക്കുന്നത്, എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഡിഫറൻറ്റ് പാർട്ടുകളായി നിൽക്കുന്ന ആളുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെട്രോജീനിയസ് മിക്സേഴ്സ് എന്ന് വിളിക്കുക. ഹെട്രോജീനിയസ് മിക്സർ നമുക്ക് നോക്കാം. മഡി വാട്ടർ, നമ്മൾ കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിലേക്കിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മഡി വാട്ടറിൻ്റെ അകത്തുള്ള മണ്ണൊക്കെ എവിടെ ഉണ്ടാവും? താഴെ സെറ്റിൽ ചെയ്യും. ആര് മേലെ ഉണ്ടാവും? വെള്ളം മേലെ ഉണ്ടാവും. ഫിസിക്കലി 2 ഡിസ്റ്റൻറ്റ് പാർട്ട്. അത് ഹെട്രോജീനിയസ് മിക്സറാണ്. സീ വാട്ടർ ഹെട്രോജീനിയസ് ആണ്. അതുപോലെ തന്നെ മിൽക്ക് ഹെട്രോജീനിയസ് ആണ്. അപ്പം ഇതാണ് മിക്സേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കോമ്പൗണ്ട്സ്, മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എന്ത്? പ്യുവർ സബ്സ്റ്റൻസും അതുപോലെ തന്നെ മിക്സേഴ്സും. പ്യുവർ സബ്സ്റ്റൻസ് എലമെൻസും കോമ്പൗണ്ട്സും ഉണ്ട്. മിക്സേഴ്സിൽ ഹോമോജീനിയസും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഹെട്രോജീനിയസും ഉണ്ട്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് മാസ് അതുപോലെ തന്നെ വെയിറ്റ് ആണ്. ഒരു സബ്സ്റ്റൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബോഡീൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിൻ്റെ മാസ്. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മുടെ ക്ലാസ് റൂമിലെ ബെഞ്ചിൻ്റെ മാസ് എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാകുന്നതാണ് എന്ത്? വെയിറ്റ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുമ്പം എന്ത് കൂടും? വെയിറ്റ് കൂടും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറയുമ്പം എന്ത് കുറയും? വെയിറ്റ് കുറയും. അപ്പോൾ ഗ്രാവിറ്റേഷൻ എർത്തിൻ്റെ ആണ് 9.8 എന്ന് പറയുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. പക്ഷെ എല്ലാ സ്ഥലത്തും എർത്തിൻ്റെ അപ്പുറത്തേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതല്ല. അപ്പം അതിനനുസരിച്ച് എന്ത് മാറിക്കൊണ്ടേയിരിക്കും? വെയിറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ന്യൂട്ടനാണ് അവരുടെ SI യൂണിറ്റ്, വെയിറ്റിൻ്റെ SI യൂണിറ്റ്. ഇനി വോള്യം, ഒക്യുപ്പൈ ചെയ്യാൻ ആവശ്യമായ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോള്യം. SI യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. സെൻറ്റിമീറ്റർ ക്യൂബ്, മില്ലി ലിറ്റർ, ലിറ്റർ പോലെയുള്ള അതർ യൂണിറ്റുകളും ഇവർക്കുണ്ട്.
1 മീറ്റർ ക്യൂബ് 10⁻⁶ സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻²ആണ്. അപ്പം മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് 10⁻²ൻ്റെ എന്ത് വരും, ക്യൂബ് വരും. 10⁻², അതിൻ്റെ ഓൾ ക്യൂബാണ് വരിക. അപ്പം ഈ 2നെ കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, 10⁻⁶ കിട്ടും. 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലി ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അല്ലെങ്കിൽ 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 ആണ്. എത്രയാണ്, 1000 ആണ്. 1000 ml ആണ് എന്ത്, 1 ലിറ്റർ എന്ന് പറയുന്നത്. 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെൻസിറ്റിയാണ്. മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അപ്പം നമുക്കറിയാം യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെൻസിറ്റി എന്ന് വിളിക്കുക. അതിൻ്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്, അല്ലെങ്കിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ടെമ്പറേച്ചർ ആണ് ഒരു ബോഡിയുടെ ഹോട്ട്നെസ്സിനെയോ കോൾഡ്നെസ്സിനെയോ വിളിക്കുന്ന പേരാണ് എന്ത്, ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അത് സാധാരണ പറയുക ഡിഗ്രി സെൽഷ്യസിലാണ്, ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയും, അല്ലെങ്കിൽ കെൽവിനും അതിൻ്റെ യൂണിറ്റാണ്. അപ്പം നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ തന്ന ഒരു ടെമ്പറേച്ചർ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക, 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ പ്ലസ് 32 ഡിഗ്രി സെൽഷ്യസ്. ഇനി കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ തന്ന ടെമ്പറേച്ചർ പ്ലസ് എന്താണ് 273.18 വരും. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മളോട് പറയാണ് 27 ഡിഗ്രി സെൽഷ്യസ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണ്? അപ്പോൾ നമ്മളെന്ത് പറയും, 27 പ്ലസ് ആരാണ് വരിക, 273.15. അപ്പോൾ നമ്മൾ തെറ്റാണ്ട് വരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 300.15 കെൽവിനാണ് കിട്ടുക. ഇതാണ് കെൽവിനിലേക്ക് ടെമ്പറേച്ചർ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ടെമ്പറേച്ചറിന് യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, കെൽവിനുണ്ട്. എങ്ങനെയാണ് മാറ്റുന്നത് നമ്മൾ പറഞ്ഞു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് നമ്മൾ എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്ത ഒരു വാല്യൂ. അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയ ഫിഗേഴ്സ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ മീനിങ് ഫുൾ ഡിജിറ്റ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. നമ്മൾ മെഷർ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റൽ വാല്യൂവിൻ്റെ അകത്തുള്ള മീനിങ് ഫുൾ ആയ ഡിജിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് വിളിക്കുക. അപ്പം നമുക്കൊരു നമ്പർ കിട്ടുന്നു, അതിനകത്തുള്ള നോൺ സീറോ എലമെൻറ്റ്സ്, ഓൾ നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. നമ്മൾ 255 എന്ന് പറയുമ്പോൾ 2ഉം 8ഉം 5ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 0.25 ഇതിൻ്റെ അകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത് നമ്മൾ പറയും. അപ്പം നോക്കൂ, എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോസ് പ്രൊസീഡിങ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഒരു നോൺ സീറോ ഡിജിറ്റിൻ്റെ മുന്നിൽ വരുന്ന എന്ന് പറഞ്ഞാൽ ഇടത് സൈഡിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, 0.03 ഇതിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഒരു സിഗ്നിഫിക്കൻറ്റ് 3 മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയ നമ്പർ നോൺ സീറോ നമ്പറിന് മുന്നേ വന്നു കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. 0.0052 ഈ 00 എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ, 2 എണ്ണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് നോൺ സീറോ ഡിജിറ്റിന് മുന്നിൽ വരുന്ന സീറോസ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ സീറോസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം 2.005 ഇതിൻ്റെ അകത്ത് ഈ സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മളിനി നോക്കുകയാണ്, ഇവിടെ 10101 ഇതിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇവരും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എത്രയുണ്ട്, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ, നോൺ സീറോ നമ്പേഴ്സിൻ്റെ ഇടയിൽ വരുന്ന സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്.
ഇനി ഒരു നമ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ നോക്കൂ 0.200 ഇതിൻ്റെ അകത്ത് ഈ സീറോസ് ഈ നമ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ്, അവരെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറയുകയാണ് അടുത്ത നമ്പർ 0.7425 ഈ സീറോ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. 1 2 3 4 5 എന്തുണ്ട്? സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ എണ്ണിയെടുക്കുന്ന നമ്പേഴ്സൊക്കെ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ 2 ബോൾസ്, 20 മുട്ട, അല്ലെങ്കിൽ 100 തേങ്ങ, ഇങ്ങനെയൊക്കെ എണ്ണിയെടുക്കുന്ന നമ്പേഴ്സ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ പ്രകാരം 10ൻ്റെ പവേഴ്സ് ഉപയോഗിച്ചിരുന്നു. 4.01 × 10⁻². ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 4.01 4 സിഗ്നിഫിക്കൻ്റ് ആണ്. 0 നോൺ സീറോയുടെ ഇടയിൽ വന്നുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ 1ഉം സിഗ്നിഫിക്കൻ്റ്, 3 വരും. 8.256 × 10⁻³ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 8.256 സിഗ്നിഫിക്കൻ്റ് ആയ എത്ര ഉണ്ട്? 4 ആളുകളുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ്? എല്ലാ നോൺ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. 2 നോൺ സീറോ എലമെൻറ്റിൻ്റെ ഇടയിൽ വരുന്ന സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ എണ്ണിയെടുക്കുന്ന നമ്പേഴ്സൊക്കെ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. 10ൻ്റെ പവർ വരുന്ന സമയത്ത് ഈ നമ്പർ മാത്രമേ എന്താവുന്നുള്ളൂ? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻറ്റിഫിക് നൊട്ടേഷനെ പറ്റിയാണ്. സയൻറ്റിഫിക് നൊട്ടേഷൻ വരെ n × 10⁻n എന്ന് പറയുന്ന ഫോമിലാണ് വരിക. അപ്പോൾ അതായത് 6.022 × 10⁻23 ഈ നമ്പർ എല്ലാ ആളുകൾക്കും ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അവഗാഡ്രോ നമ്പറാണ്. അപ്പം ഈ നമ്പർ ഇപ്പോൾ എഴുതുന്ന പോലെ നമുക്ക് കുറേ നമ്പേഴ്സ് എഴുതണം. സയൻറ്റിഫിക് നൊട്ടേഷൻ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം 6233568.23 ഇങ്ങനെ ഒരു നമ്പർ വരുന്നു. അപ്പോൾ ഇത് നമുക്ക് n × 10⁻n ഫോമിലാണ്, അതായത് 6 പോയിന്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെയാണ് ദശാംശം ഉള്ളത്. എത്ര സ്ഥാനം നീക്കണം? 1 2 3 4 5 6 സ്ഥാനങ്ങൾ നീക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ആൻസർ എഴുതുക? 6233458923 × 10⁻6. നമ്മൾ 6 സ്ഥാനങ്ങൾ നീക്കി 1 2 3 4 5 6. അപ്പം നമ്മൾ നോക്കൂ, നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ, ദശാംശം ലെഫ്റ്റിലേക്ക് നീങ്ങി പോവുകയാണെങ്കിൽ 10ൻ്റെ പവർ പോസിറ്റീവായിട്ടാണ് വരിക. അപ്പം നമ്മൾ 0.002356 ഈ നമ്പറാണ് ഇരിക്കുക. നമുക്കിതിനെ സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുമ്പോൾ 2 പോയിന്റ് എന്ന് എഴുതണം. അപ്പം ദശാംശം എവിടത്തേക്കാണ് വരേണ്ടത്? റൈറ്റിലേക്ക് നീങ്ങണം. 1 2 3 4 5. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? 2.356 × 10⁻². എത്ര സ്ഥാനങ്ങളായിരുന്നു നീങ്ങിയത്? 1 2 3 4 5. 10⁻² എത്ര വരും? -5 ആണ് വരിക. എത്രയാണ് വരിക? -5. റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ട് 10⁻⁻5 എന്നും, ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ട് എത്ര വരിക? പോസിറ്റീവുമാണ് വരിക. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 65.235 × 65.2356 ×
3 ആണെന്ന് വിചാരിക്കാം. (65.2356 into 10⁻3). ഇത് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ ചെയ്യുമ്പോൾ 6.1. അപ്പം ദശാംശം ഒരു പ്രാവശ്യം ലെഫ്റ്റിലേക്ക് നീങ്ങും. അപ്പോൾ ആൻസർ എന്താ വരിക? 6.5356 into 10⁻4 ആയിട്ട് മാറും. എത്ര ആയിട്ട് മാറുക? 10⁻4. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 0.023 into 10⁻6 ഇങ്ങനെയൊരു സംഖ്യ തന്നിരിക്കുന്നു. ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് എത്ര സാധനം മാറണം? 1, 2. അപ്പോൾ എന്താ വരിക? 2.3 into 10⁻⁻, എത്രയും കൂടെ കൂടണം? 2 കൂടെ -8. 10⁻⁻8 ആയിട്ട് മാറും. ഇതാണ്. ഇനി നോക്കൂ, നമ്മൾ 45.23 into 10⁻⁻6 ഇതാണ്. ഈ പോയിന്റ് എപ്പുറത്തേക്ക് നീങ്ങണം? 4 പോയിന്റ് ആയിട്ട് മാറണം. അപ്പം നോക്കേണ്ടത് പോസിറ്റീവാണ് വരിക. അപ്പം പോസിറ്റീവ് വരുന്ന സമയത്ത് നെഗറ്റീവ് -6 എത്രയാവും? -5. 4.523 into 10⁻⁻5 ആയിട്ട് മാറും. ഇതാണ് ഈ സയൻറ്റിഫിക് നൊട്ടേഷനിൽ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനും ബന്ധപ്പെട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ 10ന്റെ പവർ എത്രയാണ്? പോസിറ്റീവായിട്ടാണ് വരിക. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 10ന്റെ പവർ എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ടും വരും. അപ്പോൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. 10ന്റെ പവർ ഓൾറെഡി നെഗറ്റീവ് ഉള്ളത് ഒരു പ്രാവശ്യം റൈറ്റിലേക്ക് പോകും. -6 ഉള്ളത് എത്രയായിട്ട് കൂടും? -5 ആയിട്ട് മാറും. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 2.36 into 10⁻3 ഇത് നമ്മൾ കൂട്ടണം. ആരുമായിട്ടാണ് കൂട്ടേണ്ടത്? 10.6 into 10⁻2. 10⁻2. അപ്പോൾ ഈ സംഖ്യകൾ കൂട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 10ന്റെ പവർ ഈക്വലാക്കി മാറ്റണം. അപ്പോൾ ഇതിൻ്റെ 10ന്റെ പവർ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, 2.36 into 10⁻3 പ്ലസ് ഇതിൻ്റെ പവർ 10ന്റെ പവർ 3 ആയി മാറണം. അപ്പോൾ എത്ര വരിക? 1.06 into 10⁻3 എത്ര വരും? 3. 10⁻3 എന്ന് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പേഴ്സ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് തന്നെയാണ്? 10ന്റെ പവേഴ്സ് എന്തായിട്ട് വരണം? തുല്യമായിട്ട് വരണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്ലിക്കേഷൻ ആകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 2.3 into 10⁻6 into 1.1 into 10⁻5. 10⁻5 ഈ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക? 2.3
2.3 ഇൻറ്റു 1.1 എടുക്കും നമ്മൾ. ഈ 10ൻ്റെ പവേഴ്സ് പരസ്പരം ആഡ് ചെയ്യും. ഇൻറ്റു 10 എത്രയാണ് വരിക? 6ഉം 5ഉം എത്ര കിട്ടും? 11 കിട്ടും. അപ്പം 2.1ഉം 1.1ഉം മൾട്ടിപ്ലൈറ്റ് എത്രയാണോ കിട്ടുന്നത് ഇൻറ്റു എത്ര വരും? 10⁻11. അപ്പോൾ 10ൻ്റെ പവർ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 10⁻⁻5 ആണെന്ന് വിചാരിക്കുക. 10⁻⁻5 ആയിരുന്നെങ്കിൽ 10⁻⁻5 ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുക എത്ര വരിക? 6 + -5. അപ്പം 1 ആണ് വരിക. അത് ഓർമ്മിക്കണം. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യുകയാണെന്ന് ചോദിക്കുക. ഇതേ സംഖ്യേനെ 2.3 ഇൻറ്റു 10⁻6നെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡഡ് ബൈ 1.1 ഇൻറ്റു 10⁻5. അപ്പം നമ്മൾ നോക്കേണ്ടതിൻ്റെ അകത്ത് ഈ 10⁻5 മേലെ പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പം ഇതിൻ്റെ ആൻസർ വരിക 2.3 ഡിവൈഡഡ് ബൈ 1.1. 2.3 ഡിവൈഡ് ബൈ 1.1 ഇൻറ്റു 10⁻6 -5. ഇത് 5 -5. അപ്പോൾ 6 - 5 വരിക. അപ്പോൾ എത്ര? 10⁻1 ആണ് ആൻസർ വരിക. അത് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താവണം? 10ൻ്റെ പവർ ഈക്വൽ ആവണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൻ്റെ പവർ എന്താവണമെന്നില്ല? ഈക്വൽ ആവണമെന്ന് ഇല്ല. ഓക്കെ.